പെണ്ണ് കാണൽ എല്ലാവർക്കും രസകരമായ ഒരു അനുഭവമാണ്. ആണ് കാണലും അതുപോലെ തന്നെയാണ്. എൻ്റെ ആണ് കാണൽ തന്നെയാണ് എനിക്കും നടന്നത്. 1995 കാലഘട്ടം. ഞാൻ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ആയിരുന്നു അരൂർ സെന്റ് ജോസഫ്സ് സൺഡേ സ്കൂളിൽ. ഞങ്ങൾ ഓരോ വർഷവും ടൂർ പോകുമായിരുന്നു. ആ വർഷവും ടൂർ പോവുകയാണ്. ടൂർ പോകുന്നതിന് വേണ്ടി ടൂറിന് വേണ്ടി ഒരു കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചു. അവരാണ് ടൂറിനെ പറ്റി തീരുമാനിക്കുന്നത്, സ്ഥലം തീരുമാനിക്കുന്നത്. അങ്ങനെ സ്ഥലമൊക്കെ അവർ തീരുമാനിച്ചു. നെല്ലിയാമ്പതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ കമലീസ് എന്ന് പറയുന്ന ഒരു സാറ് എന്നോട് വളരെ കണക്ഷനാണ്. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡാ നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ നിനക്ക് ഞങ്ങളുടെ കൂടെ ഒരു പെണ്ണിനെ തരുമെന്ന്. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കണ്ടീഷൻ ഇതാണ്, പെൺകുട്ടി കാറ്റഗിസം ടീച്ചർ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത്രയധികം ഉയരം വേണ്ട, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ എല്ലാം ഓക്കെയാണ്, നീ ആ പെണ്ണിനെ കണ്ടാൽ മതി, എന്താണ് കിളി പോലത്തെ പെണ്ണാന്ന് നിൽക്കാൻ അവർ പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു നോക്കട്ടെ, എനിക്ക് അന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ദിവസം വരികയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 1995 ഫെബ്രുവരി 26 അതായത് ശിവരാത്രിയുടെ അന്ന് ഞങ്ങൾ ടൂറായി. അപ്പൊ ഞാൻ വരില്ല എന്ന് പറഞ്ഞെങ്കിലും ആ വണ്ടിയിൽ ആദ്യം കയറിയുന്നത് എച്ചമ്മായ ഞാൻ തന്നെയാണ്. ഏതാണ്ട് 60 പേരോളം ഉണ്ടായിരുന്നു, അച്ഛന്മാരും സിസ്റ്റേഴ്സും അടക്കം, കാറ്റഗിസം അടക്കമാണ് അത്രയും പേര്. അങ്ങനെ ഞങ്ങൾ യാത്രയായി. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛനറിയാൻ പാടില്ല, സിസ്റ്റേഴ്സ് അറിയാൻ പാടില്ല, കാറ്റഗിസം ടീച്ചേഴ്സ് ആരും ഈ വിവരം അറിയാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പച്ചനും പറഞ്ഞിട്ടില്ല, ചേട്ടന്മാരോടൊന്നും പറഞ്ഞിട്ടില്ല പെണ്ണ് കാണുന്ന കാര്യം, പെങ്ങന്മാരോടും പറഞ്ഞിട്ടില്ല. അത് രഹസ്യമായിട്ടിരിക്കട്ടെ, പെൺകുട്ടി കണ്ടിട്ട് എങ്ങനെയെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്രയായി. ഈ യാത്രയുടെ സമയത്തെല്ലാം ഇവരോരോ പാട്ട് പാടുമ്പോൾ ഓരോ ഒളിവെച്ച് സംസാരിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ പോയി എന്നുള്ള പാട്ട്, അതുപോലെ എന്നെ ബേസ് ചെയ്ത് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം ഈ കമലിയൂസ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോന്ന്. അങ്ങനെ ഞങ്ങള് ടൂറ് പോയപ്പോ ഞാൻ ചോദിച്ചൊരു കാര്യം ഇതായിരുന്നു, എങ്ങനെയാണ് ഈ പെൺകുട്ടി അവിടെ കാണാൻ പറ്റുക? അപ്പോഴാ പറഞ്ഞത് അവരുടെ അങ്കിളിന്റെ എസ്റ്റേറ്റിലാണ് പോകുന്നത്. സ്മിത മൗണ്ട് എന്ന് പറയുന്ന എസ്റ്റേറ്റ്, ഗോവിന്ദാമല, ഒരു ഭയങ്കര വലിയ എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിലാണ് പോകുന്നത്. ആ എസ്റ്റേറ്റ് ഹൗസിലാണ് ആ ഒരു ഫുൾ ഡേ. അത്ര ഭംഗിയാണ്. ഓസ്ട്രേലിയൻ മാതൃകയിലായിരുന്നു അവർ എസ്റ്റേറ്റ് ഹൗസ് ഉള്ളത്. അപ്പൊ അവിടെയാണ് ആ ഒരു ദിവസം ഫുള്ളായിട്ട് നിന്ന്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, നെല്ലിയാമ്പതിയിൽ എത്തുമോ പെൺകുട്ടി? ഇല്ല, നെല്ലിയാമ്പതി എത്തില്ല, അവരുടെ വീട് നെന്മാറയിലാണ്. അപ്പൊ നെന്മാറയില് അവരുടെ അങ്കിളിന്റെ വീട്ടിലാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, രാവിലത്തെ ഭക്ഷണം വൈകുന്നേരത്തെ ഭക്ഷണം അവിടെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അവിടെ വെച്ചാവാം. അങ്ങനെ ഒരു കണ്ടീഷനിൽ അങ്ങനെയൊക്കെ ആയി ഞങ്ങളങ്ങനെ പോവുകയാണ്. നെല്ലിയാമ്പതി പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഗൈഡായി വന്നത് ഒരു അങ്കിളിന്റെ മോനും മരുമോളുമാണ്, ബാബുച്ചേട്ടനും ഡാലി ചേച്ചിയും. അവർ രണ്ടുപേരുമായിരുന്നു. അവരും ഞങ്ങളെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു കാര്യമുണ്ട്, ഞാനാണ് ചെക്കനെന്ന് അവർക്കറിയാൻ പാടില്ല, ആരും തന്നെ പറഞ്ഞിട്ടില്ല. അവരിങ്ങനെ ഗസ് ചെയ്തിട്ടിരിക്കുകയാണ് ആരായിരിക്കും ചെക്കനെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. നെല്ലിയാമ്പതിയൊക്കെ ആഘോഷിച്ചെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും ഈ പെൺകുട്ടിയുടെ അടുത്തായിരുന്നു. ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, പെൺകുട്ടിയുടെ ഫോട്ടോയോ ഒന്നും കണ്ടു കേട്ടിട്ടില്ല. എങ്കിലും ആ കാണുമ്പോഴെന്തായിരിക്കും ആ ഒരു തരത്തിലായിരുന്നു. ഇവരുടെ കളിയാക്കലും അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ അങ്ങനെ നെല്ലിയാമ്പതി കണ്ട് തിരിച്ചു വന്നു. ഈ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു 10-15 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ടേബിളാണ് അവർക്കുള്ളത്. അവർ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവും. എപ്പോഴും ആരെങ്കിലും ആയിട്ട് അവർ ഫുഡ് കഴിക്കാൻ ഉണ്ടാവും. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം. കാര്യം അവിടുത്തെ പ്രമാണിയായിരുന്നു ഈ മൈക്കിളങ്കിൾ എന്ന് പറയുന്നത്. ലോറികളും അതുപോലെ ഒത്തിരി വാഹനങ്ങളും കുറെ കൃഷിയിടങ്ങളും കുറെ പണിക്കാരും ഒക്കെ ഉള്ള ഇത്. രണ്ട് നമ്മൾ ഈ ഗവർണർമാരുടെ ഒക്കെ വീഡിയോ ആണല്ലേ ഈ തമിഴ്നാട്ടിലേക്ക് ചില സിനിമകൾ കാണുമ്പോൾ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അവിടെ പണിക്കാർ ഇവിടെ പണിക്കാർ എല്ലാം കൂടി കളവും അതും ഇതൊക്കെ ആയിട്ടാണ്. അങ്ങനെ ആ വീട്ടിൽ ഒരു വലിയ മുറിയാണ് ഡൈനിങ് റൂം. ആ റൂമിൽ 10-15 പേര് ഒറ്റ ഇരിപ്പിലിരിക്കുന്ന ഡൈനിങ് റൂമാണ്. അതിൽ ഒരു ചെയർ, ആരും ഉപയോഗിക്കാത്തൊരു ചെയറുണ്ട്. ആ ചെയറിൽ ആരും ഇരുന്നുമില്ല.
അച്ഛനും സിസ്റ്റേഴ്സും എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ചുറ്റിനും ഇരുന്ന് കുറെ പേര് നിന്നു. ഞാനിപ്പോ എന്ത് ചെയ്തു, പെൺകുട്ടി വരികയാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത്, അങ്ങനെയാണെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ ആ ഒരൊറ്റ ചെയറിൽ പോയിരുന്നു. അതൊരു ഹെഡ് ആയിട്ടിരിക്കുന്ന ചെയറാണ്. അങ്ങനെ ഞാനിരുന്നു. അങ്ങനെ പെൺകുട്ടി വന്നു, പെൺകുട്ടിയും പെൺകുട്ടിയുടെ കസിനുമായിട്ടാണ് വന്നത്. പെൺകുട്ടി ഒരു മഞ്ഞ കളറിലുള്ള ടോപ്പും ഒരു വയലറ്റുള്ള ഒരു പൂക്കളും വയലറ്റ് ബോട്ടം. ബോട്ടം ഞാൻ ശ്രദ്ധിച്ചില്ല, എങ്കിലും പറയുകയാണ്. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴാണ് അതൊക്കെ അറിയുന്നത്. മുഖമാണല്ലോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനെങ്കിലും നേരെ നോക്കിയില്ല, ഇടയ്ക്കിടെ ചായ കുടിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കണ്ടു പോയി. അതിനുശേഷം ഇങ്ങോട്ട് പോരുമ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല രസമുള്ള പെൺകുട്ടിയാണ്, ഇത് തന്നെ ഉറപ്പിക്കും സാറേ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും പറയുകയാണ്. അങ്ങനെ കമലൂസിനോട് ചോദിച്ചു രഹസ്യമായിട്ട്, നിനക്ക് പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ, വീട്ടിൽ പറയാതെ ഞാൻ എങ്ങനെയാണ് പെൺകുട്ടിയെ പോയി കണ്ടെന്ന് പറയാ. അങ്ങനെ അങ്ങനെ രഹസ്യമായിട്ട് വെച്ചു ഇവിടെ എത്തിയ ശേഷം ഒരു ദിവസം കമലൂസ് വന്നു. കമലൂസ് ചേട്ടനോട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചേട്ടനോട് സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞു, ഡാ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് നെന്മാറെന്ന്, നീ കണ്ടു എന്നാ പറഞ്ഞത്. എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞുമോൻ ചേട്ടൻ പറയാണ്. അപ്പൊ ചേട്ടന്റെ ഭാര്യ പ്രസവിക്കാൻ, അത് ഡാലിന്ന് തന്നെയാണ്, പ്രസവിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അങ്ങനെ ചേട്ടനോട് സംസാരിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അവനൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, ഞാൻ പെങ്ങന്മാരോടൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെങ്ങ് രഹസ്യമായിട്ട് എല്ലാവർക്കും ഓക്കെ ആക്കി. എന്നോട് പറഞ്ഞു, എടാ മാർച്ച് 19 നമ്മൾ തീരുമാനിക്കുന്നത് പോകാനായിട്ട്, പെണ്ണ് കാണാൻ പോകാനായിട്ട്. അപ്പൊ ഞാൻ കമലൂസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞപ്പോ ഇത്രയും പേര് അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം അവരിങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് ഞാനും പറഞ്ഞു. അതാണ് ശരി, കാരണം അവര് ആണ് കാണാൻ വരട്ടെ. അങ്ങനെ അത് തീരുമാനിച്ചു. അങ്ങനെ നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ അങ്കിളിന്റെ ഒരു വീട്ടിൽ വെച്ച്, അതായത് അപ്പന്റെ പെങ്ങള്, അപ്പന്റെ ഒരു പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് ജോസ് ബ്രദേഴ്സ് ആണ്. ഇവര് കൊച്ചിയിൽ തന്നെയാണ്. ഇവരുടെ വീടും മുണ്ടമ്പേലി കാളിയത്തായിരുന്നു അപ്പന്റെയൊക്കെ വീട്. തറവാട് ഇവിടെയാണ്. അമ്മാമ്മയുടെ വീട് എന്ന് പറയുന്നത്, അതായത് അപ്പന്റെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് തോപ്പുംപടിയാണ്, ഓളിപ്പറമ്പിൽ ആണ് അവർ വീട്ടു വീട്. അപ്പോൾ അവർ കൊച്ചി ബേസ്ഡാണ്. അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും തന്റെ മകളെ കൊച്ചി, മൂത്ത മകളെ ഇത് അടിപ്പരണ്ടയിലും, അതിന്റെ ഇളയമോളെ പോണ്ടിച്ചേരിയിലാണ് കെട്ടിച്ചത്. അപ്പൊ ഇളയമോളെ എങ്ങനെയും കൊച്ചിയിൽ വിടാമെന്ന് അപ്പനും തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഞങ്ങളെ കാണാൻ വേണ്ടി, ആണ് കാണാൻ വേണ്ടിയിട്ട് നസ്രത്ത് വരുത്തി. നസ്രത്തേക്ക് ചെല്ലുന്നതെന്ന് ഞങ്ങൾ രണ്ട് വണ്ടിക്ക് പോകുന്ന രീതിയിലുള്ള അത്രയധികം പേരാ പോയത്. അങ്കിളുടെ ഭാര്യ, ചേട്ടന്റെ പെങ്ങന്മാര്, പെങ്ങളുടെ അളിയന്മാരൊക്കെ കൂടിയായിട്ടാണ്, ഒരു ഗ്യാങ് ആയിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു വലിയ വീട് എന്ന് പറഞ്ഞാൽ സിനിമയിലെ കാണുന്ന ഒരു വലിയ, ഒരു പഴയ തറവാടാണ്. ആ വീട്ടിൽ തന്നെ ചാപ്പലുണ്ട്, ഒരു ചാപ്പൽ അവരുടെ വീട്ടിലുണ്ട്. അതുപോലെ ഒരു വലിയൊരു മുറിയിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. സോഫയും കസേരയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന റൗണ്ടില്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് വളരെ സന്തോഷമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ കണ്ണ് അപ്പുറത്തെ മുറിയിലേക്കാണ്. കാര്യം ആ നെല്ലിയാമ്പതിയിൽ ടൂറിന് പോയപ്പോ അന്ന് കണ്ട ആ രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും കാണണം. അന്ന് ഫോണുകളില്ല, എങ്ങനെയും അറിയിക്കാനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ വാതിലിനിടയിൽ കൂടിയെങ്കിലും കാണാൻ പറ്റുമോ നോക്കി, പക്ഷെ കാണാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. ഞാൻ വിചാരിച്ചു ഈ പെൺകുട്ടിയായിരിക്കും ചായയും കൊണ്ടൊക്കെ വരുന്നതെന്ന്. പെൺകുട്ടിക്ക് മുമ്പായിട്ട് ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് പെൺകുട്ടി വന്നു. അപ്പൻ ഞങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോ നേരെ ഒരു പച്ച സാരിയും പച്ച ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പെൺകുട്ടി വന്നത്. അങ്ങനെ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറമായിരുന്നു ഡാർക്ക് പച്ച. അങ്ങനെ ആ ഡ്രസ്സിലാണ് വന്നത്. അതിൽ വന്നിട്ട് ആ ചുറ്റിനുള്ള കസേരകളുടെ നടുക്ക് പിടിച്ചിരുത്തി. നമ്മുടെ ഒപ്പനയ്ക്ക് ഇരുത്തില്ലേ മണവാട്ടിനെ, അതുപോലെ ഇരുത്തി. എന്നിട്ട് ചോദ്യങ്ങൾ, എനിക്ക് ചോദിക്കാൻ സമയം കിട്ടണില്ല. ഇവരോരോരുത്തരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം റോൾവിംഗ് ചെയറിലായിരുന്നില്ല, എങ്കിലും ഇങ്ങനെ തലതിരിച്ച് തിരിച്ച് 90 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങളൊരു കാര്യം പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ അവിടെ പെങ്ങളുടെ വീട്ടിൽ നഷ്ടത്തായിരുന്നു. ഞാനും ചേട്ടനും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ ആരുമില്ലാത്തതിനാൽ അപ്പച്ചൻ അവിടെ ആക്കി.
അങ്ങനെ പെങ്ങന്മാരെ കെട്ടിച്ചുകൊണ്ടൊക്കെയാണ്. അപ്പച്ചനെ കാണിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ കമലൂസ് പറഞ്ഞു, ഡാ പിന്നെ നിനക്ക് കാണാനുള്ള ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഹാപ്പിയായി. അങ്ങനെ കാറിന് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നതിന് ശേഷം കാണിച്ചു. കാണിച്ച ശേഷമാണ് അപ്പൊ കമലൂസ് പറഞ്ഞു, നമുക്ക് സംസാരിക്കാണ്ടിരിക്കാം, ഇവര് അവിടെ നിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ രണ്ടും കൂടി പോയി പേരമരമുണ്ട്, പേരമരത്തിന് താഴെ നിന്ന് ഇങ്ങനെ കുറെ സംസാരിച്ചു. ഞാൻ ബിസിനസ് പരമായ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം ഒത്തിരി ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം അത്രയധികം ചോദിച്ചില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. കാരണം മറ്റൊന്നുമല്ല, എന്നെ ഇഷ്ടപ്പെടുത്തുകയാണല്ലോ പ്രധാനം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെടുത്തുക എന്നല്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു മനസ്സമ്മതത്തിന്റെ ദിവസം. മനസ്സമ്മതവും കല്യാണം അവിടെ വെച്ച് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കല്യാണം ഞങ്ങൾക്ക് വേണം, അവസാനത്തെ മോനാണ് ഞാൻ, 9ാമത്തെ മോനാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വെച്ചായിരിക്കും കല്യാണം. മനസ്സമ്മതം അവിടെ വെച്ചാൽ അങ്ങനെ മനസ്സമ്മതം നെന്മാറ അലുവശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലായി. അവിടെ റീഡിങ്ങും മറ്റുള്ള സംഗതിയായിരുന്നു. ആരാധന, വിശുദ്ധ കുർബാന ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി പ്രൊസീഡിങ്സ് പള്ളിയിലകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചു, അദ്ദേഹം വായിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ആ സൗണ്ട് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒത്തിരി പേര് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ സെബാസ്റ്റ്യനാണ്, തൈക്കാട് സെബാസ്റ്റ്യനായിരുന്നു ഫോട്ടോഗ്രാഫർ. അങ്ങനെ എന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പൊ അവൻ പറയാണ്, നിങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരമാക്കിയാണ് ഞാൻ നിന്നെ വിളിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. മാതളനാരങ്ങയുണ്ട്, മാതളനാരങ്ങയുടെ ചുവട്ടിലാണ് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. ഇവിടെ നെല്ലിയാമ്പതി മലകൾ കാണാം, പോത്തിന്റെ മല കാണാം. നല്ല ഭംഗിയുള്ള രസകരമായ സ്ഥലമാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം പ്ലേസും കൂടിയാണ്. അങ്ങനെ ഞങ്ങള് സംസാരിച്ചു തുടങ്ങി. അവൻ്റെ ഒരു കാര്യം ചെയ്തിരുന്നു. എൻ്റെ ചെറിയൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത് പോക്കറ്റിലിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. അദ്ദേഹത്തിന്റെ സൗണ്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കാമല്ലോ കല്യാണം വരെ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നലെ ഭയങ്കര മഴയായിരുന്നല്ലോ. ഞങ്ങളുടെ അരൂർ എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയായിരുന്നു, കൊച്ചിയിലൊക്കെ മഴയായിരുന്നു, പക്ഷെ ഇവിടെ ഭയങ്കര. അപ്പൊ ചോദിച്ചു, ഇവിടെ ആകാശം ഇങ്ങനെ ഇരുണ്ടു. ഞാൻ ഇരുണ്ടാ? ആ ഇരുണ്ട് കൂടി എന്ന് പറഞ്ഞു. അതായത് കാർമേഘം വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. 29 തലേ ദിവസം ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പൊ ബർത്ത്ഡേ വിഷ് ചെയ്തെങ്കിലും അത്രയധികം ആഘോഷമായിട്ട് പറഞ്ഞു. അന്നൊക്കെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അത്രയധികം ഇല്ലായിരുന്നു. അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ഇടയ്ക്കൊക്കെ ആയിരുന്നു ബർത്ത്ഡേ വിഷസ് കൂടുതൽ ഉണ്ടായിരുന്നാണ് എന്റെ ധാരണ ഉണ്ടായിരുന്നത്. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോന്നു. പോന്നപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്ന് വല്ല സൂക്ഷിച്ച് ആരും കേൾക്കാതെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് പറ്റി കുറച്ച് മാത്രം ആകാശം ഇരുണ്ടു വന്നു എന്നാൽ മേഘം ഇരുണ്ടു വന്നത് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ആ സൗണ്ടും വെച്ച് കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞു. മെയ് 20-ാം തീയതി വരെ, അല്ല 21-ാം തീയതി വരെ. അപ്പൊ അതിനിടയില് ഞാൻ ഒരു ലെറ്റർ വിട്ടിരുന്നു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. ലെറ്റർ, ഒരു പ്രേമലേഖനം, അത് ബൈബിൾ കോട്ടിങ്സ് വെച്ചാണ്. കാരണം കാറ്റഗിസ്റ്റ് ടീച്ചറല്ലേ, ബൈബിൾ കോട്ടിങ്സ് വെച്ചുകൊണ്ട് ഞാൻ എഴുതി. സോളമന്റെ ഉത്തമഗീതത്തിലെ മാതളനാരകത്തിന്റെ കാര്യം, നിന്റെ പ്രേമം പകരാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ വിട്ടു. വിട്ട് ചെന്നു. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു മറുപടി വന്നു. അതിനോട് ഒരു ബന്ധമില്ലാത്ത മറുപടി. സുഖമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇട്ടു കുറച്ച് വാക്കുകളിൽ. എങ്കിലും അത് ഒരു ഗോൾഡൻ ലെറ്റേഴ്സ് ആയിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം 10-15 പ്രാവശ്യം എടുത്ത് വായിക്കും. ആ കൈയക്ഷരങ്ങളോട് പോകുമായിരുന്നു. അങ്ങനെ 20 വന്നു, മെയ് 20. 80 ദിവസത്തോളം മനസ്സിലിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്, കേട്ടുകൊണ്ടിരിക്കുന്ന ആ 2-3 വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളിലൂടെ ഞാൻ കണ്ടിരുന്ന ആ ആളെ കാണാനുള്ള സമയമാണ് മെയ് 21. മെയ് 20-ാം തീയതി രാത്രി എനിക്കൊരു ആഗ്രഹം തോന്നി കാണണമെന്ന്. ഞാനും പെങ്ങളുടെ മോനും തമ്മിൽ 3 വയസ്സിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. എൻ്റെ 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്നത്. അപ്പൊ പെങ്ങളുടെ മോൻ ഷാജിയോട് ഞാൻ പറഞ്ഞു, ഡാ ഒന്ന് നമുക്ക് ആന്റിയെ ഒന്ന് കാണണമല്ലോ. അരൂരുണ്ട് പരിപാടിയും മധുരങ്ങളിലേക്ക് അവരുടെ വീട്ടിൽ വെച്ചാണ്. അരൂര് കമ്മ്യൂണിസ്റ്റിന് വീട്ടിൽ. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അപ്പൊ ഒരു ഐഡിയ നോക്കി കഴിഞ്ഞപ്പോ ഒരു മാല എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ. അപ്പൊ ഈ മാല കൊടുത്ത് ആ മാല വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് 2 പേരും കൂടി ഇറങ്ങി.
രാത്രി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊടുത്ത്. അപ്പൊ കമലൂസിന് മനസ്സിലായി ഞാൻ കാണാൻ വന്നത് പുള്ളിക്ക് ബിനൂസിനെ തന്നെയാണെന്ന്. അപ്പൊ ഈ ലെറ്ററിലൂടെ ഒരു കാര്യം ഉണ്ടായി. ലെറ്ററിലൂടെ എന്നെ മനു എന്ന് വിളിക്കുന്ന രീതിയിലായി. മാനുവൽ എന്നുള്ള പേര് അവിടെ അപ്ഡേറ്റഡ് അല്ല. ഇപ്പം മാനുവൽ ഭയങ്കര സംഭവമാണെങ്കിലും അന്ന് മാനുവൽ വലിയ സംഭവമല്ല. പഴയ പേരെന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു മനു എന്നാക്കി. അപ്പൊ പാലക്കാട് ഇപ്പോഴും ഒരു മനു എന്നാ വിളിക്കുന്നത്. ഞാൻ ഇവിടെ ബിന്ദു എന്നുള്ള പേര് ചവറ് പോലെ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഈ അടുത്തുള്ള ഒരു വീട്ടിലൊരു കുട്ടി, ആ കുട്ടിക്ക് ബിന്ദു എന്നാണ് പേര്. ആ കുട്ടി എപ്പോഴും മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു. അത് കണ്ടപ്പോ മുതൽ എനിക്ക് ബിന്ദു എന്നുള്ള പേരോട് എനിക്ക് താല്പര്യം ഇല്ലാതെയായി. ഞാൻ വെച്ച എന്റെ ദൈവമേ, എനിക്ക് കിട്ടിയതും ബിന്ദു ആണോ എന്ന് കരുതി ഞാൻ പിന്നെ അവിടെ പറഞ്ഞു എന്നെ മനു എന്നുള്ള മനൂസ് എന്ന് വിളിക്കുക പറഞ്ഞപ്പോ ഞാൻ ബിനൂസ് എന്നുള്ളതാക്കി. ബിന്ദു എന്നുള്ളത് ബിനൂസ് എന്നാക്കി. അങ്ങനെ ബിനൂസ് എന്ന് അന്ന് വിളിച്ചു തുടങ്ങി. ഇപ്പോഴും അത് തന്നെയാണ്. ഞാൻ ഷാജിയും കൂടി ആ വീട്ടിൽ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴെന്താണ്, ഈ പെൺകുട്ടി പുറത്തേക്ക് വരാനില്ല. സംഭവം എന്താണ്, അവരുടെ കാരണവന്മാരും അങ്കിൾമാരും അവിടെയൊക്കെ ഉണ്ട്. ഉറങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു ഉറക്കമാണെന്ന് പറഞ്ഞു. അപ്പൊ ഷാജി കമലൂസിനെ ചെയ്യിച്ചിട്ട് പറഞ്ഞു, അതെ അങ്കിൾക്കൊന്ന് ആന്റിയെ കാണണം. കുറെ ദിവസമല്ലേ കണ്ടിട്ട് ആന്റിയെ കാണണം. ആ ഫോട്ടോകളാണ് ആ മനസ്സുമ്പത്തിനകത്തെ ഫോട്ടോകളും വെച്ചിട്ട് കണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പത്തേക്ക് അതെന്താ പ്രശ്നം, നാളെ അവന് സ്വന്തമായിട്ട് കൊടുക്കാൻ പോണല്ലേ. ദേ എന്ന് പറഞ്ഞു, ഡേ ബിന്ദു ഇങ്ങ് വാ. വിളിച്ചു കഴിഞ്ഞപ്പോ ദേ വാതിലിന്റെ മറയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഉറക്കച്ചടവോടുകൂടി. ഞാനിങ്ങനെ നോക്കി നിന്ന്. ഞാൻ അങ്ങോട്ട് രണ്ടു മൂന്ന് വാക്കുകൾ പറഞ്ഞെങ്കിലും ഇങ്ങോട്ട് ഒരക്ഷരം വേണ്ടിയില്ല. തല കുലുക്കി സമ്മതിച്ചു. അങ്ങനെ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. നാളെ കാണാമെന്നല്ല. പിറ്റേ ദിവസം വെളുപ്പിന് ഞാൻ തൊട്ടടുത്ത് വരെ ചെന്നു. ഞങ്ങളെ സിലിണ്ടറില്ല ഒരു സിലിണ്ടർ, കാര്യം ഡിഷ് പരിപാടി ആയതുകൊണ്ട് സിലിണ്ടറുകളൊക്കെ പെട്ടെന്ന് തീരെയായിരുന്നു. ഒരു സിലിണ്ടർ തീർന്നപ്പോൾ എടുക്കാൻ പോയി. ഇവിടെ അടുത്ത് 8 സിലിണ്ടർ. എന്നിട്ട് പോലും ഞാൻ ഈ വീടിന്റെ അടുത്ത് വരെ പോയി. അവിടെ പോയിട്ട് ഞാൻ അപ്പുറത്ത് നിന്ന് ആർക്കത്ര വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്ത് ഒളിഞ്ഞിട്ട് നോക്കി. അവിടെ അവനെങ്ങനെ പുറത്തെങ്ങനെ കറങ്ങിടക്കണം നോക്കി. ഒരു രക്ഷയില്ല, കാണാൻ പറ്റിയില്ല. പിന്നെ ആ മഴയത്ത് തിരികെ വീട്ടിലേക്ക് പോയി. അത് മെയ് 21-നായിരുന്നു. മെയ് 21-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഇപ്പോ 31 വർഷങ്ങളായി. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് ഇത്രയും വർഷമായി. ഒരു അനുഗ്രഹത്തിൻ്റെതായിരുന്നു ഈ 31 വർഷവും. കാര്യം അന്ന് ആദ്യം മുതൽ ഇപ്പോൾ വരെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ എൻ്റെ കൃത്യസമയം, ഞാൻ 3.5 വർഷത്തോളം അല്ല, ഒരു 8-9 വർഷത്തോളം ട്രെയിൻ യാത്ര ചെയ്തെങ്കിലും എല്ലാ ദിവസവും 357 കിലോമീറ്റർ യാത്ര ചെയ്ത താനൂർ യാത്രയിൽ പോലും ഒരു ദിവസം പോലും എനിക്ക് ട്രെയിൻ മിസ്സായിട്ടില്ല. ഒരു സമയം പോലും അസമയമായി മാറിയില്ല. പറയുന്നില്ല, കൃത്യസമയത്ത് എല്ലാം ഓക്കെ ആയി തരുന്നത്. അതുകൊണ്ട് ഒരു ദിവസങ്ങൾ പോലും എനിക്ക് ലേറ്റ് എന്ന് പറയാൻ പറ്റാഞ്ഞത് ആ കൃത്യസമയമായിട്ട് ബിനോസ് ചെയ്തുകൊണ്ടാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളോട് ദൈവം എനിക്ക് തന്ന സമ്മാനമാണ്. ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ നമുക്കൊരു മണവാട്ടിയെ നൽകുന്നത് ക്രിസ്തുവാണ്, ദൈവമാണ്. എന്നും നമ്മോടൊപ്പം ആവാൻ എപ്പോഴും ആ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും എപ്പോഴും എൻ്റെ ഒപ്പമുണ്ട്. ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. ആ വിവാഹത്തില് ഞങ്ങൾക്ക് 2 സമ്മാനങ്ങൾ കൂടി ദൈവം തന്നു. ആൻഡ്രീറ്റ റെജിനെയും ആൻറ്റിറ്റയും. അവർ രണ്ടുപേരും അനുഗ്രഹങ്ങളായി ഞങ്ങളോടൊപ്പമുണ്ട്, എപ്പോഴും ചേർന്ന്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഓരോരോ വിവാഹ വാർഷികത്തിന് കൊടുക്കുന്ന ആശംസകൾ. അതിൽ ട്രീറ്റുമ്പോഴും തെറ്റുമ്പോഴും പറഞ്ഞിരിക്കുന്നതാണ് അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ. കാര്യം അന്ന് നെല്ലിയാമ്പതി പോയതും നെന്മാറയിൽ പോയതും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നാണ് ട്രീറ്റയും ടിറ്റയും പറഞ്ഞത്. ആ ദൈവം ഞങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു, നന്മ ചെയ്തു. സമ്മാനങ്ങളായി എല്ലാവിധ അനുഗ്രഹങ്ങളുമുള്ള ഒരു കുടുംബത്തെ എനിക്ക് തന്നതിന് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് മറ്റൊന്നുമല്ല, ഇത് എന്തെങ്കിലും ഒരിക്കൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയില്ല. ഇത് ഞങ്ങളുടെ കുടുംബക്കാർക്കും ഇത് കിട്ടും. ഒത്തിരി അനുഗ്രഹങ്ങളുടെ വർഷങ്ങളായിരുന്നു ഈ 31 വർഷവും. ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ എന്നെ ചേർത്ത് നിർത്തി. ഞാൻ 387 കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്തെങ്കിൽ
3.5 വർഷവും യാത്ര ചെയ്തെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തിയെങ്കിൽ ഞാൻ തിരൂരായിരുന്നപ്പോഴോ ഞാൻ ആഴ്ചയിൽ 3-4 പ്രാവശ്യം ബൈക്കിന് വരും. ഞാൻ രാത്രിയാണ് വിചാരിക്കുന്നത് കാണണമെന്ന്. ഉടനെ തന്നെ 11-12 നോക്കില്ല. അപ്പൊ തന്നെ ബൈക്ക് വരും. 1 മണിക്കൂറായിരിക്കും ഇവിടെ നിൽക്കുന്നത്. 160ഓളം കിലോമീറ്റർ ബൈക്കിന് വന്നിട്ട് ഞാൻ തിരികെ 1 മണിക്കൂർ കണ്ടിട്ട് പോകും. അത് കരുനാഗപ്പള്ളിയിലായപ്പോഴും ബൈക്കിന് പോകുന്നപ്പോഴും വീടിനോട് ചേർന്നുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ദൈവത്തിന്റെ കരുണയാണ് ഇത്രയും വർഷം ഞങ്ങളെ ആയത്. ഇനിയും അങ്ങോട്ടാകട്ടെ. 2 പ്രാവശ്യം മരണത്തോട് അടുത്തു ചെന്നു, തിരികെ പോന്നു. ഒക്കെ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ഇവരുടെ പ്രാർത്ഥന നിങ്ങളുടെയും പ്രാർത്ഥന. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുണ്ടാവട്ടെ. നിങ്ങൾക്കും ഉണ്ടാകും ഇതുപോലെ രസകരമായ അനുഭവം. ഞാൻ എൻ്റെ പേഴ്സണൽ മാറ്ററാണെന്ന് കരുതണ്ട. ഇത് ഒരു പെൺകുട്ടിക്കും ഒരാൺകുട്ടിക്കും ഇതുപോലെ ഒരു വിവാഹത്തിനുള്ള പെണ്ണ് കാണൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആണ് കാണൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതട്ടെ. സിനിമകളിൽ പോലും ഇതുപോലൊരു സംഭവം ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഞങ്ങൾക്ക് ആശംസകൾ നൽകിയ, പ്രാർത്ഥനകൾ നൽകിയ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.